ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നാം +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ 5ാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ദ അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ആധികാരികത എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. Now let us ask some relevant questions. What is a constitution? How effective is a constitution? Is a constitution just? ഒരു ഭരണഘടന എത്രത്തോളം ഫലപ്രദമാണ്? അതിനെ ഫലപ്രദമാക്കുന്നത് എന്തൊക്കെയാണ്? ഭരണഘടനയ്ക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സ്വാധീനം ഉറപ്പുവരുത്തുന്നത് എന്താണ്? ഒരു ഭരണഘടന ഫലപ്രദമാകണമെങ്കിൽ അനേകം ഘടകങ്ങൾ ആവശ്യമാണ്. അവ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഈ ടോപ്പിക്കിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഒരു ഭരണഘടന ഫലപ്രദമാകുവാൻ വേണ്ടുന്ന ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ? ഇതിൽ നിന്ന് നമുക്ക് 2 രീതിയിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു ഭരണഘടനയെ ഫലവത്താക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ ആധികാരികതയെക്കുറിച്ച് വിശദീകരിക്കുക. ഇങ്ങനെ 2 രീതിയിൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടനയെ ഫലവത്താക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഇൻ ഇന്ത്യ വി ഹാവ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. It is a document containing articles that explain the state, how the state is constituted, the functions and powers of different levels of government, the separation of powers between the legislature, the executive and judiciary, the fundamental rights, directive principles, etc. ഇന്ത്യ എന്ന് പറയുന്നത് ലിഖിത ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ എന്താണ് ഭരണഘടന? ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് ആണ്. അതിലൊരുപാട് ആർട്ടിക്കിൾസ് ഉൾപ്പെടുന്നു. ഈ ആർട്ടിക്കിൾസ് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് വിവരിക്കുന്നതാണ്. അതുപോലെ സ്റ്റേറ്റിൻ്റെ നിലനിൽപ്പ്, സ്റ്റേറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത ലെവൽസ്, ഓർഗൻസ് എന്തൊക്കെയാണ്, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും ഇടയിലുള്ള സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അധികാര വിഭജനം എന്നിവയെക്കുറിച്ചെല്ലാം നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നു. കൂടാതെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് മൗലിക അവകാശങ്ങൾ, അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ എന്നിവയെക്കുറിച്ചും എല്ലാം ഭരണഘടനക്കകത്ത് പ്രതിപാദിക്കുന്നു. In most countries is a written document like our India, but there are exceptions. For example, United Kingdom does not have a written constitution. യുണൈറ്റഡ് കിങ്ഡത്തിന് UK ഒരു എഴുതപ്പെട്ട ഭരണഘടന അല്ല. There is no single document. രാജ്യത്തിന് എന്തല്ല, ഒരു സിംഗിൾ ഡോക്യുമെൻ്റ് രീതിയിലുള്ള ഒരു ഭരണഘടനയല്ല. That can be referred to as the constitution. Their constitution is a series of documents and decisions taken in the past. പാസ്റ്റിലെടുത്ത ഡിസിഷൻസും കുറേ ഡോക്യുമെൻസുകളുടെ സീരീസും ഒക്കെ അടങ്ങിയ, എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ കുറേ കാര്യങ്ങൾ അടങ്ങിയ ഒരു ഭരണഘടനയാണ് UK പോലുള്ള രാജ്യങ്ങൾ. Therefore, it would be incorrect to refer the constitution as a document. We can say that the constitution is either a document or a series of documents and decisions of the past. അതായത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ബ്രിട്ടനെ പോലുള്ള ചില രാജ്യങ്ങളിൽ ഭരണഘടന എന്ന് വിളിക്കാവുന്ന ഒരു ഏക പ്രമാണം, ഒരു സിംഗിൾ ഡോക്യുമെൻ്റ് ഇല്ല. അല്ലെങ്കിൽ രേഖകളുടെയും തീരുമാനങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും ഒരു പരമ്പര മാത്രമാണ് ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങൾക്കുള്ളത്. അവയെ മൊത്തത്തിൽ ഭരണഘടന എന്ന് പരാമർശിക്കാറുണ്ട്. അതുകൊണ്ട് ഭരണഘടന നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള 5 ഫങ്ഷൻസ്, ഭരണഘടനയുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന പ്രമാണമോ അല്ലെങ്കിൽ പ്രമാണ പരമ്പരയോ ആണെന്ന് പറയാൻ കഴിയും. അപ്പോൾ ഒരു ഭരണഘടന ഫലപ്രദമാവണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, പ്രൊമുൾഗേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. സെക്കൻഡ് വൺ, പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. തേർഡ് വൺ, ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ. ഫസ്റ്റ് പോയിന്റ്, മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ, പ്രഖ്യാപന രീതി.
ഒരു ഭരണഘടന എങ്ങനെ നിലവിൽ വരുന്നു എന്നതാണ് പ്രഖ്യാപന രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടനയ്ക്ക് രൂപകൽപ്പന നൽകിയത് ആരാണ്, അവർക്ക് എത്രമാത്രം അധികാരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, എവറി കൺട്രി ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, ബട്ട് ഇൻ മെനി കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് ഇഫക്റ്റീവ്. This is because in many cases the constitution is drafted by military dictators or unpopular leaders who do not have the backing of people. Such constitutions are not for the people and they are not effective. ഇത്തരത്തിലുള്ള ഭരണഘടന ജനങ്ങൾക്ക് വേണ്ടിയാവില്ല, അത് ഫലപ്രദവും ആകില്ല. അതായത് പല രാജ്യങ്ങളിലും ഭരണഘടന പ്രവർത്തനശൂന്യമാണ്. അതിന് കാരണം അവ തയ്യാറാക്കിയത് പട്ടാള മേധാവികളോ ജനപിന്തുണയില്ലാത്ത നേതാക്കന്മാരോ ആയിരിക്കും. സം of the successful constitutions are those of USA, India, South Africa. ഇന്ത്യ, അമേരിക്ക, സൗത്ത് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ ഭരണഘടനകൾ സക്സസ്ഫുൾ ആണ്. വൺ ഓഫ് ദ റീസൺസ് ഫോർ ദെയർ സക്സസ്, ഇതിൻ്റെ വിജയത്തിന് അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ വിജയത്തിനുള്ള കാരണം ഈസ് ദാറ്റ് ദേ വർ ഡ്രാഫ്റ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ പോപ്പുലർ നാഷണൽ ഫ്രീഡം മൂവ്മെൻറ്റ്സ്. ദേ വർ ഡ്രാഫ്റ്റഡ് ബൈ പീപ്പിൾ and government who were extremely popular in the country. ഇത് ഡ്രാഫ്റ്റ് ചെയ്തത് ജനങ്ങളാണ്, ജനങ്ങളും ഗവൺമെൻറ്റും കൂടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫോർമലി ക്രിയേറ്റഡ് ബൈ എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ബിറ്റ്വീൻ ഡിസംബർ 1946 and November 1949. The Indian Constitution embodies the spirit of nationalist movement. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ എന്താണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഭരണഘടനകളാണ്. ഇതിന് കാരണം ജനങ്ങളാണ്, ജനങ്ങളും ഗവൺമെൻറ്റും കൂടിയാണ് ഇതെന്ത് ചെയ്തത്, ഡ്രാഫ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഭരണഘടന ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എങ്കിലും പൊതുജനങ്ങളുടെ അംഗീകാരവും അനുമതിയും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം ജനപ്രിയരായ നേതാക്കന്മാരുടെ വളരെ യോജിച്ച പിന്തുണയുള്ള അല്ലെങ്കിൽ നേതാക്കന്മാരുടെ പിന്തുണ ഭരണഘടനയ്ക്ക് യോജിച്ചുള്ള ഒരു പ്രവർത്തനവും പിന്തുണയും ഭരണഘടനയ്ക്ക് ലഭിച്ചിരുന്നു. ജനഹിത പരിശോധന നടത്തിയില്ലെങ്കിലും ഇന്ത്യൻ ജനത ഭരണഘടനയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും അതിലെ വ്യവസ്ഥകൾ അനുസരിക്കുകയും ചെയ്തു. പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ വ്യവസ്ഥകൾ. A constitution should ensure freedom and equality of citizens. A constitution that discriminates between different sections of population will not acceptable to all people. For instance, if a constitution does not prevent the oppression of minorities by the majority community, that constitution would not acceptable to the minorities. Therefore, a constitution should treat all people equally and safeguard the interest of minorities. ഭരണഘടനയിലെ വ്യവസ്ഥകളുമായിട്ട് ജനങ്ങൾ ഒത്തുപോകണമെങ്കിൽ അതിലെ വ്യവസ്ഥകൾ സമൂഹത്തിലെ എല്ലാവർക്കും അത് സ്വീകാര്യമായിരിക്കണം. ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമായിരിക്കുകയും ഈ മുഖ്യ വ്യവസ്ഥിതിയുടെ ഉള്ളടക്കം സ്വാതന്ത്ര്യവും സമത്വവും ആയിരിക്കുകയും വേണം. പൗരന്മാരുടെ സ്വാതന്ത്ര്യവും സമത്വവും കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒരു ഭരണഘടന ഏറ്റവും സ്വീകാര്യവും വിജയവും ആയിരിക്കും എന്നുള്ളതാണ്. കൂടാതെ ഒരു ഭരണഘടന രാജ്യത്തെ ജനങ്ങളെ ഒരുപോലെ വളരെ തുല്യമായിട്ട് സംരക്ഷിക്കുകയും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ പ്രത്യേകം സംരക്ഷിക്കുകയും ചെയ്യണം. ഇതിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തൻ്റെ രാജ്യത്തെ ഭരണഘടന തങ്ങളുടെ അധികാരങ്ങളെ അടിച്ചമർത്തപ്പെടുകയാണ് എന്നുള്ള അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം അടിച്ചമർത്തപ്പെടുകയാണ് എന്ന ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവർ ഭരണഘടനയെ അനുസരിച്ച് കൊള്ളണം എന്നില്ല. അപ്പോൾ ഇതാണ് ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. പോയിന്റ് ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ. There had been many instances of constitutional subversion and political crisis. Sometimes this subversion and crisis are created by small groups or institutions. അതായത് നമുക്കറിയാം, പല രാജ്യങ്ങളിലും ഭരണഘടനകൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനകളെ പലപ്പോഴും തകിടം മറിക്കുന്നത് ജനങ്ങളല്ല, മറിച്ച്
സ്വന്തം അധികാരം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു ചെറു ഗ്രൂപ്പുകളും വിഭാഗങ്ങളും ആണ്. The conflict between the executive and judiciary and executive and legislature had created many problems. നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗൻസ് ആണ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ഈ 3 ഓർഗൻസിനിടയിൽ എന്തുണ്ടാവാം? കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവാം. അപ്പോൾ ഈ അട്ടിമറി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റിന് അധികാരങ്ങൾ 3ആയിട്ട് വിഭജിച്ചു കൊടുത്തത്, ഈ 3 ഓർഗൻസിനുമായിട്ട്. ദിസ് ഈസ് ദ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇവർക്കിടയിൽ separate the powers, separation of powers. Separation of powers means the powers distributed in between these 3 organs. It is important to avoid this conflict and problems. One effective way of avoiding such conflict is to make a constitution with clear separation of powers between various organs of state such as legislature, executive, judiciary. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്ട്സുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അധികാരങ്ങൾ എന്ത് ചെയ്യുക? ഈ രീതിയിൽ വിഭജിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർലി ഡസ് ദിസ്. ഇന്ത്യൻ ഭരണഘടന വളരെ വ്യക്തമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൽസോ പ്രൊവൈഡ് ഫോർ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് എലക്ഷൻ കമ്മീഷൻ. ചുരുക്കത്തിൽ ഒരു ഭരണഘടന തകർക്കപ്പെടാതെ നിലനിൽക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് അധികാര കേന്ദ്രീകരണം തടയുക, അതായത് ഒരൊറ്റതിന് കീഴിൽ തന്നെ അധികാരം വരുന്നത് തടയുക. അതിനു വേണ്ടിയിട്ടാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അധികാരം വ്യത്യസ്ത സ്ഥാപനങ്ങൾക്കിടയിൽ വിഭജിക്കുക, അതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. രണ്ടാമത്തെ കാര്യം, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ കാലോചിതമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും വേണം. അപ്പോൾ ഒരു ഭരണഘടന ആധികാരികമാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നത് നിങ്ങളോട് തന്നെ സ്വയം 3 ചോദ്യങ്ങൾ ചോദിക്കണം. ഭരണഘടന തയ്യാറാക്കിയ വ്യക്തികൾ വിശ്വാസയോഗ്യരാണോ? അധികാര വിഭജനം ബുദ്ധിപൂർവം നടത്തിയിട്ടുണ്ടെന്ന് ഭരണഘടന ഉറപ്പാക്കിയിട്ടുണ്ടോ? ഭരണഘടന ജനങ്ങളുടെ പ്രതീക്ഷകളെയും അഭിലാഷങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉൾക്കൊണ്ടതാണോ? ഇത്രയും കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭരണഘടന ആധികാരികമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കുറിച്ചുള്ള ടോപ്പിക്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ സിമ്പിളായിട്ട് നമ്മൾ എടുത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പോയിൻറ്റ്സ് ഒന്നുകൂടെ പറയാം. അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടനയുടെ ആധികാരികത. ഒരു ഭരണഘടന ഫലവത്താവണമെങ്കിൽ അതിന് ഒന്നാമത്തെ പോയിൻ്റ് മോഡ് ഓഫ് പ്രോമുൽഗേഷൻ, പ്രഖ്യാപന രീതിയാണ്, അത് പ്രഖ്യാപിക്കുന്ന രീതി. രണ്ടാമത്തത് പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ്. മൂന്നാമത്തെ പോയിൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ, സ്ഥാപനാപരമായിട്ടുള്ള രൂപരേഖ. ആ ഒരു ഭരണഘടന അല്ലെങ്കിൽ ഗവൺമെൻറ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തതായിരിക്കണം, നല്ല രീതിയിൽ അധികാരങ്ങളും മറ്റുമൊക്കെ വിഭജിച്ച് കൊടുത്തതും ഒക്കെ ആയിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ, സി യു.